നമസ്കാരം. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏകദേശം 10-30 വർഷങ്ങൾക്ക് മുമ്പാണ്. 1994 എന്നാണ് എൻ്റെ ഓർമ്മ. അന്നു മുതൽ TP മാധവനും ഇന്നസെൻറ്റും ഇടവേള ബാബുവും മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ഈ സംഘടനയെ നയിച്ചു. നിരവധി പേർക്ക് പെൻഷൻ നൽകി. അങ്ങനെ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്തു. എന്ന് മാത്രമല്ല, അമ്മയുടെ പ്രതാപകാലത്ത് TP മാധവനും ഇന്നസെൻറ്റും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ നിരവധി ഗൾഫ് പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് വലിയ പ്രതാപത്തോടു കൂടി നിന്നിരുന്ന ഒരു സംഘടനയാണ് അമ്മ സംഘടന. എല്ലാ സംഘടനകളെക്കാളും ഒരു താരപരിവേഷമൊക്കെ ഉണ്ടായിരുന്നു ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായതുകൊണ്ട് തന്നെ. പക്ഷേ കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമാണ് അമ്മ സംഘടനയുടെ തകർച്ച തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല നടന്മാർക്കെതിരെയും ആരോപണമുയർന്നു. സിദ്ദിഖ്, ജയസൂര്യ, ബാബുരാജ്, രഞ്ജിത്ത്, അങ്ങനെ നിരവധി നടന്മാർക്കെതിരെ, ഇത്തരത്തിൽ ബാലചന്ദ്ര മേനോൻ ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ ആരോപണമുയർന്നു. അതിനുശേഷമാണ് അതിനൊരു നേതൃമാറ്റം വേണമെന്നുള്ള ഒരു അഭിപ്രായമൊക്കെ എത്തിയത്. മമ്മൂട്ടി പ്രതികരിക്കുന്നില്ല, മോഹൻലാൽ പ്രതികരിക്കുന്നില്ല എന്നൊക്കെയായി ഈ ഫെമിനിസ്റ്റുകളുടെയും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില നടിമാരുടെയും ചില പാവാടതാങ്ങികളായ ആണുങ്ങളുടെയും ഒക്കെ അഭിപ്രായം. അവരുടെ മാന്യത കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അവരൊക്കെ നിശബ്ദത പാലിച്ചു. ഒരാൾക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, അത് പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തിക്കുള്ളതാണ്. പക്ഷേ അതുപോലും കണക്കിലെടുക്കാതെ മോഹൻലാൽ പ്രതികരിച്ചില്ല, മമ്മൂട്ടി പ്രതികരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വരാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത് അല്ലെങ്കിൽ ഒരു ആപത്ത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ നിശബ്ദരായി മാറി നിന്നത് എന്ന് ഇപ്പോൾ തെളിയുകയാണ്. ഇടവേള ബാബുവിനെതിരെയും അന്ന് ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണമൊക്കെ ഉയർന്നിരുന്നു. പക്ഷെ പിന്നീട് ഈ ലൈംഗിക ആരോപണം ഉയർത്തിയ പലരെയും കാണാനില്ലാതായി. അവരൊന്നും പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായില്ല. അവരെക്കുറിച്ച് കൂടുതലൊക്കെ പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള തരത്തിലുള്ള കേസുകളൊക്കെ വരുന്നത് കൊണ്ട് കൂടുതൽ അവരെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും നേതൃമാറ്റം ഉണ്ടായതിനു ശേഷം ഇതിൻ്റെ സംഘടനാ ഭാരവാഹികളിൽ ഒരാളായി വന്ന ആളാണ് അൻസിബ ഹസൻ. അതിനുശേഷം ഈയിടെയാണ് പരാതിയുമായി വരുന്നത്. ടിനി ടോമിനെതിരെയും ലക്ഷ്മി പ്രിയയ്ക്കെതിരെയും ഒക്കെ പരാതികളുമായി വന്നു. അതിനുശേഷം ഇവർ നിയമപരമായി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തതിനു ശേഷം തന്നെ 3 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തി രേഷ്മ എന്ന് പറയുന്ന ഒരു വനിതാ SI ഒരുപാട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ഈ അൻസിബ ഹസൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ലക്ഷ്മി പ്രിയയെയും അവരുടെ ഭർത്താവിനെയും വളരെ നല്ല രീതിയിൽ അവരോട് പെരുമാറുകയും തന്നോട് വളരെ മോശമായി പെരുമാറുകയും ഒക്കെ ചെയ്തു എന്നാണ് അന്ന് അൻസിബ ഉന്നയിച്ച ആരോപണം. ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ, അത് പ്രത്യേകിച്ചും അൻസിബ ഹസനെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി ചെല്ലുമ്പോൾ ഒരിക്കലും ഇത്തരത്തിൽ സംഭവിക്കില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നത് അൻസിബ ഹസൻ്റെ പിന്നിലുള്ളവരുടെ അജണ്ട, അല്ലെങ്കിൽ അൻസിബ ഹസൻ്റേതായ ഒരു അജണ്ട, അല്ലെങ്കിൽ ഒരു പിടിവാശി, ഞാൻ പിടിക്കുന്നിടത്ത് വിജയിക്കണം എന്നുള്ള ഒരു പിടിവാശി, ഒരു ഈഗോ, ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ടിനി ടോമിനെതിരെ ഇത്തരത്തിൽ ആരോപണവുമായി വന്നു. അദ്ദേഹം ജിഹാദി എന്ന് വിളിച്ചു എന്നാണ് അൻസിബ ഹസൻ പറയുന്നത്. നീ ടിനി ടോമിൻ്റെ കാര്യം എടുത്തു നോക്കൂ. അദ്ദേഹം മിമിക്രി രംഗത്ത് കൂടി സിനിമാ രംഗത്തേക്ക് വന്ന ഒരു കലാകാരനാണ്. അബിയും കലാഭവൻ റഹ്മാനും കലാഭവൻ യൂസുഫും സൈനുദ്ദീനും ഉൾപ്പെടെയുള്ള നിരവധി മിമിക്രി താരങ്ങളോടൊപ്പം അഭിനയിച്ചു വന്നയാളാണ്, അല്ലെങ്കിൽ അവരോടൊപ്പം സഹകരിച്ചു വന്നയാളാണ് ടിനി ടോം. ആ ടിനി ടോം ഇത്തരത്തിൽ അൻസിബ ഹസനെ ജിഹാദി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എന്തായാലും അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ ഈ ലക്ഷ്മി പ്രിയയുമായി ഉള്ള ഒരു വിഷയത്തിൽ അവർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു വകുപ്പില്ല എന്ന് പോലീസ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ടിനി ടോമിൻ്റെ വിഷയത്തിലാണെങ്കിൽ അൻസിബ ഹസൻ്റെ മൊഴിയെടുത്തിട്ടുണ്ട്, ടിനി ടോമിനെ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് അൻസിബ ഹസനെ ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ അമ്മ സംഘടന. 17-ാം തീയതിക്ക് മുമ്പ് അവർ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നുള്ള ഒരു കാരണം കാണിക്കൽ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അൻസിബ ഹസൻ്റെ ഈ പരസ്യ പ്രതികരണം, മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പരസ്യ പ്രതികരണം, അത് സംഘടനയ്ക്ക് വലിയ രീതിയിലുള്ള അപമാനമുണ്ടാക്കി. സംഘടനയുടെ പ്രസിഡന്റായ ശ്വേത മേനോനെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും അൻസിബ ഹസൻ നടത്തിയിരുന്നു. അവർക്ക് ഈ വിഷയത്തിൽ
ഈ വിഷയം രമ്യമായി പരിഹരിക്കേണ്ടതാണെന്നും അത് രമ്യമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംഘടനാ ഭാരവാഹികൾ അൻസിബയെ അറിയിച്ചിരുന്നു. പക്ഷേ അൻസിബ സഹകരിച്ചില്ല. ഇപ്പോൾ അൻസിബയ്ക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൂടി നൽകിയിരിക്കുകയാണ്. 17-ാം തീയതിക്ക് മുമ്പ് അവർ ഇതിന് ഒരു കാരണം ബോധിപ്പിക്കണം എന്നുള്ളതാണ് സംഘടന കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഇതിൽ അൻസിബ ഹസനെ പോലെയുള്ള ഒരു നടി, അവർക്ക് എന്താണ് ഇതിൽ പറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. അവർ പല സിനിമകളിലുമൊക്കെ അഭിനയിച്ച്, പ്രത്യേകിച്ചും ദൃശ്യം എന്ന സിനിമയിലൂടെയാണ് അൻസിബ ഹസൻ മലയാളികൾക്ക് പ്രിയങ്കരിയായത്. ഇനി ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പരവതാനി ഇട്ട് സ്വീകരിക്കുമെന്നും, അല്ലെങ്കിൽ ഇവരൊക്കെ ഈ ലൊക്കേഷനിലൊക്കെ പോയിട്ടുള്ള പരിചയമേ ഉള്ളൂ, അങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ കുട പിടിക്കാനും കാരവാനും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്, മേക്കപ്പ് മാനും എല്ലാം ഉള്ള ഒരു മേഖലയാണല്ലോ സിനിമ മേഖല. അപ്പോൾ ഇതുപോലെയാണ് പോലീസ് സ്റ്റേഷനിലെ പെരുമാറ്റം എന്ന് അൻസിബ ഹസൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അവിടെ 3 മണിക്കൂറോളം അവരെ അവിടെ പിടിച്ചിരുത്തി എന്നാണ് അൻസിബ ഹസൻ ആരോപിക്കുന്നത്. എന്നാൽ അറിയുന്ന വിവരം, തീരുമാനിച്ചുറപ്പിച്ചതിൽ നിന്ന് നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ ആ പരാതിക്കാരനോട് ഇത്ര മണിക്ക് വരാൻ പറയും, അതിൻ്റെ എതിർഭാഗത്തോടും ഇത്ര മണിക്ക് വരാൻ പറയും. അതനുസരിച്ച് നമ്മൾ അവിടെ ചെല്ലും. അവർ പ്രശ്നം അവിടെ പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിക്കും, ഇല്ലെങ്കിൽ അടുത്ത നടപടികളുമായി മുന്നോട്ട് പോകും. പോലീസും ഇതുതന്നെയാണ് പറഞ്ഞത്. പോലീസ് അറിയിച്ച സമയത്തിൽ നിന്നും ഒരുപാട് മുമ്പാണ് അൻസിബ ഹസൻ അവിടെ എത്തിയത്. അങ്ങനെ വരുമ്പോൾ അവിടെ ലക്ഷ്മിപ്രിയ എത്തിയിരുന്നില്ല. അതാണ് അൻസിബ ഹസന് അവിടെ അത്രയും സമയം ഇരിക്കേണ്ടി വന്നത്. തൃക്കാക്കര ACP ഉൾപ്പെടെ ആവർത്തിച്ചു പറഞ്ഞതാണ്, അൻസിബ കൊടുത്ത പരാതിയിൽ കഴമ്പില്ല, അതുകൊണ്ട് തന്നെ അത് കേസെടുക്കാൻ നിർവാഹമില്ല. പക്ഷേ അൻസിബ പറയുന്നത് പോലീസ് കേസെടുത്തില്ലെങ്കിൽ താൻ കോടതിയിൽ പോകുമെന്നാണ്. അതൊരു തരം ഭീഷണിയാണ്. ഇപ്പോൾ പോലീസുകാർക്ക് തന്നെ അറിയാം, അൻസിബ ഹസൻ കൊടുത്ത പരാതിയിൽ ഒരു കഴമ്പുണ്ടെങ്കിൽ അവർ കോടതിയിൽ CMB ഫയൽ ചെയ്താൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ടി വരും. അത് പോലീസിന് വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ കഴമ്പില്ലാത്തത് കൊണ്ടാണ് അവർ കേസെടുക്കാത്തത് എന്നുള്ള കാര്യവും സ്പഷ്ടമാണ്. സമ്മർദ്ദപ്പെടുത്തി, അല്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് സമ്പാദിച്ചു കൊണ്ടുവന്ന് കേസെടുപ്പിക്കും എന്നൊക്കെ പറയുന്നത് ഒരു അൻസിബ ഹസൻ എന്നല്ല ഒരു വ്യക്തിക്കും ചേർന്ന ഒന്നല്ല. അത് പോലീസുകാരെ സമ്മർദ്ദത്തിൽപ്പെടുത്തുന്നതാണ്. ഇപ്പം ലക്ഷ്മിപ്രിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമോ ഉള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നില്ല. അവരൊരു 2020 പാർട്ടിയിൽ ചേർന്ന് മത്സരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല. അവരൊരു ഇടതുപക്ഷ അനുഭാവിയല്ല. ഇടതുപക്ഷ അനുഭാവിയാണെങ്കിൽ പോലും അവർക്ക് ഒരു പ്രിവിലേജ് കിട്ടിയേനെ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കോൺഗ്രസ് അനുഭാവിയാണെങ്കിലും അത്തരത്തിലൊരു പരിഗണന കിട്ടിയേനെ. ഇതൊന്നുമില്ലാതെയാണ് പോലീസുകാർ അവിടെ ചെയ്തത്. തീർത്തും ന്യായമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അൻസിബയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തോന്നലുണ്ടായിരിക്കണം, താനൊരു നടിയാണ്, സെലിബ്രിറ്റിയാണ്, മോഹൻലാലിനോടൊപ്പം അഭിനയിച്ച നടിയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് അത്തരത്തിലുള്ള ഒരു മുൻഗണനയും പരിഗണനയും ഒക്കെ പോലീസുകാർ തരണമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയായിരിക്കാം അവരവിടെ പോയത്. എന്തായാലും അത് നടന്നില്ല എന്ന് മാത്രമല്ല, അവർ നിയമപരമായി കോടതിയിൽ പോയാൽ പോലും തെളിവുകളില്ലാത്ത കേസിന് പോലീസിന് എങ്ങനെയാണ് കേസെടുക്കാൻ കഴിയുക എന്നുള്ളതൊരു ചോദ്യമായി അവശേഷിക്കുന്നു. അപ്പോഴാണ് അൻസിബയ്ക്ക് ഇപ്പോൾ സംഘടന തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് രമ്യമായി പരിഹരിക്കേണ്ടിയിരുന്ന ഒരു വിഷയമാണ്. ആ രമ്യമായി പരിഹരിക്കാൻ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട പലരും ശ്രമിച്ചിരുന്നു. അൻസിബയ്ക്ക് നോട്ടീസ് നൽകിയതാണ്. പക്ഷേ അൻസിബയാണ് അതിന് തയ്യാറാകാത്തത്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് അൻസിബയ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. അൻസിബയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അതിൻ്റെതായ അജണ്ടയുണ്ട്. അവർ പിടിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തണം. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, മലയാളത്തിൻ്റെ തന്നെ അഭിമാനമായിരുന്ന ഒരു സംഘടന അമ്മ, ആ സംഘടനയെ തകർത്തു തരിപ്പണമാക്കാൻ ഇവർക്കൊക്കെ വെറും 1.5 കൊല്ലങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു ശേഷം പരാതിയുമായി വന്ന അവർ പീഡിപ്പിച്ചു, ഇവർ പീഡിപ്പിച്ചു, മണിയമ്പിള്ള പീഡിപ്പിച്ചു, ബാലേന്ദ്രമേനോൻ പീഡിപ്പിച്ചു, ജയസൂര്യ പീഡിപ്പിച്ചു, ബാബുരാജ് പീഡിപ്പിച്ചു, സിദ്ദിഖ് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ആൾക്കാരൊക്കെ അവരെയൊന്നും ഇപ്പോൾ കാണാനില്ല. അവരൊക്കെ പിൻവലിഞ്ഞിരിക്കുകയാണ്. മൊഴി കൊടുക്കാൻ പോലും തയ്യാറായില്ല. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് അവർ അന്വേഷണ സംഘത്തെ അറിയിച്ചത്. അതിൽ നിന്നു തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാണ്. എന്തായാലും നല്ലൊരു സംഘടന, മലയാളത്തിൻ്റെ അഭിമാനമായി നിന്ന ഒരു സംഘടനയെ തകർത്തതിൻ്റെ ഒരു ഖ്യാതി അത് അൻസിബ ഹസന് കൂടി ഇരിക്കട്ടെ.